ഇനി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ പ്രതിനിധി എബിൻ ജോസ് ഉണ്ട്. എബിൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ച്. SKN ഈ മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാവിലെ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് എത്തുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് ഇവിടെ 1111 ലിറ്റർ പാൽപ്പായസവും 5555 ഉണ്ണിയപ്പവും വഴിപാടായി നൽകുന്നുണ്ട്. അതാണ് ഇന്നത്തെ പ്രധാനമായ ഒരു ചടങ്ങായി ഇവിടെ ഉള്ളത്. രാവിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ദർശനമാണ് പ്രധാനമായും നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മഹാശോഭയാത്ര നടക്കുന്നത്. ഈ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ശോഭയാത്രകൾ കണ്ണന്മാരും രാധമാരും ഒക്കെ എത്തി ഇവിടെ ഒന്നിക്കുന്നു. അതിനുശേഷം മുറിയടി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ഉണ്ടാവും. ആ രീതിയിലാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്ന് നടക്കുന്നത്. നിരവധി ആളുകൾ രാവിലെ മുതൽ എത്തുന്നു. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ രാധമാരെയും കൃഷ്ണനെയൊക്കെ ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാൻ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ മേടിക്കുവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം കുഞ്ഞുങ്ങളെ ഒരുക്കി വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിച്ച് മഹാശോഭയാത്രയായി നഗരം ചുറ്റി ആണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കുവാൻ ഈ കടകളിൽ നിന്നെല്ലാം മേടിച്ച് ആളുകൾ വീട്ടിലേക്ക് തിരികെ പോകും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനവുമാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമായും 1111 ലിറ്റർ പാൽപ്പായസവും അതുപോലെ തന്നെ 5555 ഉണ്ണിയപ്പവുമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് വഴിപാടായി നടത്തുന്നത്. SKN. ഓക്കെ, താങ്ക് യു. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നമ്മുടെ പ്രതിനിധി ദീപക് ധർമ്മടമുണ്ട്. ദീപകിലേക്ക് പോകുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. തളി ക്ഷേത്രത്തിൽ രാവിലെ തന്നെ ഭക്തജന തിരക്കുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? SKN ജന്മാഷ്ടമി ആശംസകൾ. ശ്രീകൃഷ്ണ ജയന്തിക്ക് സാധാരണഗതിയിൽ ജന്മാഷ്ടമിക്ക് തളിയിൽ തിരക്ക് കൂടും. നമുക്ക് കാണാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. ശ്രീകൃഷ്ണജയന്തിയായിട്ട് തൊഴാൻ വന്നാണോ? എല്ലാ ശ്രീകൃഷ്ണജയന്തിക്കും തൊഴാൻ വരുമോ? ചേട്ടാ, ജന്മാഷ്ടമി തൊഴാൻ വന്നതാണോ? സാധാരണ എപ്പോഴും വരും? ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കൊയിലാണ്ടിയാണ് സ്ഥലം. കൊയിലാണ്ടിയിൽ നിന്ന് വന്നതാണ്. അതെ, ഇങ്ങോട്ട്. SKN ഇതാണ് പൊതുവിൽ ഇതിപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് വരെ ഭക്തന്മാർ ഇവിടത്തേക്ക് വരുന്നു. അതായത് കിലോമീറ്ററുകൾ താണ്ടി ഭക്തന്മാർ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഈ തളി മഹാദേവ ക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന് പ്രത്യേക അമ്പലമുണ്ട്. വലിയൊരു അമ്പലം തന്നെ ശ്രീകൃഷ്ണനായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മഹാശിവരാത്രി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ തന്നെ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി കൊണ്ടാടും. നമുക്കിപ്പം ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കവാടം തന്നെ ജന്മാഷ്ടമിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അലങ്കാര പൂജ, ജന്മാഷ്ടമിക്ക് വേണ്ടിയുള്ള പ്രത്യേക അലങ്കാര പൂജ നമുക്ക് അവിടെ ചേർത്ത് കാണാം. അതുപോലെ ഇടതുഭാഗത്ത് കാണാം തട്ട് സമർപ്പണം, വിശേഷാൽ പുത്തരിപ്പാൽ പായസം, അഷ്ടാഭിഷേകം. ഇത്രയും വിശേഷ ചടങ്ങുകൾ ഈ ജന്മാഷ്ടമിയുടെ ഭാഗമായി ഇവിടെ നടക്കുന്നുണ്ട്. കൗണ്ടറിൽ നമുക്ക് കാണാം. കൗണ്ടറിലും അത്യാവശ്യം തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൗണ്ടറിൽ വന്ന് ഈ പ്രത്യേക പൂജകൾക്ക് വേണ്ടിയുള്ള ഷീട്ട് നടത്തുന്നത് നമുക്ക് ഷീട്ട് മുറിക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. SKN ജന്മാഷ്ടമിക്ക് എപ്പോഴും തൊഴാൻ വരുന്നതാണോ? ആദ്യമായിട്ട് വരാണ്. ഇവിടെ ആദ്യമായിട്ട് തൊഴുകയാണ്? അല്ലല്ല, ഇവിടെ വരാറുണ്ട്. ജന്മാഷ്ടമി തൊഴാൻ വേണ്ടി വന്നു? അത് തൊഴാൻ വേണ്ടി തന്നെ. എന്താണ് ആളല്ല എന്നെക്കാട് കാശ്. താങ്ക് യു. SKN ഇതാണ് അവസ്ഥ. ജന്മാഷ്ടമിക്ക് പ്രത്യേക വഴിപാടുകൾ നേരാൻ വേണ്ടിയായി ഭക്തർ രാവിലെ തന്നെ എത്തുന്ന കാഴ്ചയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജന്മ ദിനത്തിൽ തൊഴുത് ആത്മസംതൃപ്തി നേടി അനുഗ്രഹം നേടി പോവുക എന്നുള്ളത് പൊതുവിൽ തളി ക്ഷേത്രത്തിൽ എത്തുന്നവർ, സാധാരണ എത്തുന്നവരും ജന്മാഷ്ടമിക്ക് പ്രത്യേകം ഇവിടെ എത്തി പ്രാർത്ഥന നടത്തുക, വഴിപാട് നടത്തുക പതിവാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. കോഴിക്കോട് തളിയിൽ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേർന്നത്.